നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഔട്ട്ലുക്ക്. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ആൻസർ ഇനി മുതൽ അടുത്ത ദിവസം ഇതേ സമയത്ത് നമ്മൾ ആൻസർ ചെയ്യും. സ്റ്റോക്കുകൾ ബൈ ചെയ്യാമോ, സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാമോ, ആ സ്റ്റോക്ക് പറക്കുമോ, ഈ സ്റ്റോക്ക് ഇടിയുമോ തുടങ്ങിയ സംശയങ്ങൾ നമ്മൾ മറുപടി പറയുന്നതല്ല. ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് സമയമനുസരിച്ച് ന്യൂസിൻ്റെ ഏറ്റവും അവസാനം നമ്മളതിൻ്റെ മറുപടി പറയും. എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരു ഗ്ലോബൽ റിസഷൻ സാധ്യതകൾ കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫാണ്, ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫാണ്. അതിനുശേഷം കൺസോൾഡേറ്റ് ചെയ്ത നിഫ്റ്റിയൊക്കെയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം, ആ ഒരു ഫീലിലേക്ക് തിരികെ എത്താം. നിഫ്റ്റിയുടെ ചാർട്ട് വലിയൊരു ഗ്യാപ് ഡൗൺ കാണാം. മൺഡേ ഓപ്പണിംഗ് 24,363, വീണ്ടും മൺഡേ ഓപ്പണിംഗിൽ നിന്ന് 445 പോയിന്റ് ഇടിഞ്ഞു. പിന്നെ ചൊവ്വാഴ്ച ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, വീണ്ടും ഇടിഞ്ഞു. ബുധനാഴ്ച ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, കൺസോൾട്ടേഷൻ. വ്യാഴാഴ്ച സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, വീണ്ടും ബുധനാഴ്ചയിൽ ഹൈ. വെള്ളിയാഴ്ച ദിവസം ഫ്ലാറ്റായി ഓപ്പൺ ചെയ്തു, വെള്ളിയാഴ്ച ദിവസം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം സസ്റ്റെയിൻ ചെയ്ത് നിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഗ്രീനിൽ ക്ലോസ് ചെയ്തു, ഡോയും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ യൂഎസ് മാർക്കറ്റുകളിലെല്ലാം തന്നെ പോസിറ്റീവായിട്ട് ഗ്രീനായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഗിഫ്റ്റ് നിഫ്റ്റി വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒന്നും ഇതുവരെ ഇല്ല. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിങ്ങിന് ശേഷവും വീണ്ടും ട്രേഡ് ചെയ്യുമല്ലോ. ഏകദേശം വെളുപ്പിന് ഏകദേശം ഒരു 2 മണി വരെ ട്രേഡ് ചെയ്യും. അപ്പോൾ അതുവരെ പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടില്ല. എന്നാൽ വലിയൊരു ഗ്യാപ്പ് അപ്പിലും അല്ല ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്, ഫ്ലാറ്റായ രീതിയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. കൂടാതെ തന്നെ യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. HDFCയും അല്ലെങ്കിൽ മറ്റു കമ്പനീസിലൊന്നും തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നുമില്ല. GDR റിലയൻസ് ഉൾപ്പെടെ 1.3% ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതുവരെ? കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് വരെ. എന്നാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം ഹിൻഡൽബർഗ് എന്ന് പറയുന്ന വലിയൊരു ഷോർട്ട് സെല്ലിംഗ് കമ്പനി കഴിഞ്ഞ വർഷം ജാനുവരിയിലാണ്, 2023 ജാനുവരിയിലാണ് അവരുടെ ആദ്യത്തെ ഒരു റിപ്പോർട്ട്, ഒരു അലിഗേഷൻ പുറത്തുവിട്ടിട്ടുള്ളത്, ആരോപണം പുറത്ത് വിട്ടിട്ടുള്ളത്. ആരോപണം എന്ന് പറയുമ്പോൾ എന്താ? ഒരു കമ്പനിക്കെതിരെ അവരുടെ വേർഷനിൽ അവർ കണ്ടെത്തുന്ന കുറച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. പക്ഷേ ഹിൻഡൽബർഗ് ആരാണ്? ഹിൻഡൽബർഗ് എന്ന് പറയുന്നത് ഷോർട്ട് സെല്ല് കമ്പനിയാണ്. ഷോർട്ട് സെല്ല് ചെയ്ത് മാർക്കറ്റിൽ പണമുണ്ടാക്കുന്ന കമ്പനിയാണ് ഹിൻഡൽബർഗ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഷോർട്ട് സെല്ല് ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഷോർട്ട് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കമ്പനിയുടെ സ്റ്റോക്ക് ശക്തമായി താഴെ പോകണം. ശക്തമായി താഴെ പോകണമെങ്കിൽ എന്ത് വേണം? കമ്പനികൾക്ക് എതിരെ അവർ എന്തെങ്കിലും ആരോപണങ്ങൾ കൊണ്ടുവരണം. അത്തരത്തിൽ ആരോപണങ്ങൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നു. അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ 80% ഇടിവ് നമ്മൾ കണ്ടു. ഹിൻഡൽബർഗ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അവർ പോയി. എന്നാൽ അതിനുശേഷം ഇപ്പോൾ കറൻ്റ്ലി ഒരു ആരോപണമായിട്ട് അവർ എത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ആരോപണങ്ങൾ അദാനിക്ക് പരോക്ഷമായിട്ട് അദാനിക്ക് എതിരെയാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ അത് നമ്മളുടെ സെബിയെയും അവർ ആരോപണ വിധേയമാക്കിയിട്ടുണ്ട്. അതായത് അവർ അലിഗേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആർക്കും ആരുടെ മേലും ആരോപണം ഉന്നയിക്കാം, അത് തെളിയണം. അപ്പോൾ അത്തരത്തിൽ തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ അവരുടെ വേർഷനിലുള്ള തെളിവുകൾ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊരു കോടതി അംഗീകരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയറിലേക്ക് പോകണം. ഞാൻ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ ചർച്ച ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല ന്യൂസ് ചാനലുകളെല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ന്യൂസ് ചാനലുകളെല്ലാം ഉണ്ട്. അത് എല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരൊരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച തന്നെ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ആരോപണം ഒരു സ്പെസിഫിക് കമ്പനിക്കെതിരെയല്ല, അതായത് ഒരു പുതിയ കമ്പനിക്കെതിരെയല്ല. പക്ഷേ അദാനിക്കെതിരെയുള്ള റിപ്പോർട്ടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ സെബിക്കെതിരെയും, സെബി എന്ന് പറയുന്നത് സെബിയുടെ ചെയർപേഴ്സണെതിരെയും ഒരു ആരോപണം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സെബിയുടെ ചെയർപേഴ്സൺ ഈ ഒരു ആരോപണം നിഷേധിച്ചിട്ടുണ്ട്.
ഇത് വ്യക്തിഹത്യയാണ് എന്നുള്ള രീതിയിൽ സെബിയുടെ ചെയർപേഴ്സൺ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആസ് ഓഫ് നൗ നമുക്ക് ന്യൂസിൽ പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ ക്യൂരിയസ് ആണെങ്കിൽ മറ്റുള്ള ന്യൂസ് ചാനലുകളിൽ വഴി ആ ഒരു ന്യൂസുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആസ് ഓഫ് നൗ ഇത്തരം ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം. ഇനി നമുക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് വരുമ്പോൾ ആ ഒരു വിഷയം നമ്മുടെ മാർക്കറ്റിനെ നാളത്തെ ഈ ഒരു ഈവൻറ്റുകളിലെല്ലാം തന്നെ അതൊരു വലിയൊരു ഈവൻറ്റോ ആയിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ കൂടിയും ഈ ഒരു ആഴ്ചയിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുമ്പോൾ ഈ ഒരു ഘടകങ്ങൾ നമ്മൾ മുൻപേ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഈ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇനി ഗ്ലോബൽ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് വരാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് വരാണെങ്കിൽ, US മാർക്കറ്റിൽ നിന്ന് ഓഗസ്റ്റ് 13-ാം തീയതി PPI ഡേറ്റ, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ. ഓഗസ്റ്റ് 13-ാം തീയതി ജർമ്മനിയുടെ ന്യൂ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ. ഓഗസ്റ്റ് 14-ാം തീയതി US നിന്ന് ഇൻഫ്ലേഷൻ, യൂറോസോണിൻ്റെ GDP, UK ഇൻഫ്ലേഷൻ, ഇന്ത്യയുടെ WPI ഡേറ്റ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് WPI. ഓഗസ്റ്റ് 15-ാം തീയതി ചൈനയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, UK GDP, ഇന്ത്യ മാർക്കറ്റ് ഹോളിഡേ. ഓഗസ്റ്റ് 16-ന് US നിന്ന് ബിൽഡിംഗ് പെർമിറ്റ്, UK നിന്ന് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ ഈവൻറ്റുകൾ ഉള്ളത്. നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. FISൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ FIS ഭീകര സെല്ലിലാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. ഹെവി സെല്ലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഒന്ന് ആഡ് ഓൺ ചെയ്യട്ടെ. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിസ്ക് റിവാർഡായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും ഒരു എഡിറ്റ് ആക്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആളുകൾക്കെല്ലാം തന്നെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂസ് എല്ലാം തന്നെ, സ്റ്റോക്കിൻ്റെ പ്രൈസ് എല്ലാം തന്നെ സ്വാഭാവികമായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില സെല്ലുകൾക്കും കൂടി എഡിറ്റ് ആക്സസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പോൾ ഫോർമുല കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയുടെ അതേ ലിങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അത് ഗൂഗിൾ ഷീറ്റാണല്ലോ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യില്ല. അത് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫോർമുലാസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസ്ക് റിവാർഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു ഉപയോഗം കിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ആരും അത് എഡിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരാം. സ്റ്റോക്കിൻ്റെ വാർത്തയിലുള്ളത് ആദ്യമായിട്ട് ഓറോമിൻ്റെ ഫാർമയാണ്. നെറ്റ് പ്രോഫിറ്റ് 61% ഉയർന്ന് 918 കോടി രൂപ കരസ്ഥമാക്കി. VE ടെക് വബാഗ് കമ്പനി 415 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്ന് 338 കോടി രൂപ കരസ്ഥമാക്കി. APL അപ്പോളോ ട്യൂബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 194, ഈ തവണയും 193, ഫ്ലാറ്റാണ്. ഫിനോലെക്സ് കേബിൾ കമ്പനി 160 കോടി രൂപയിൽ നിന്ന് 244 കോടി രൂപയിലേക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സൺ TV നെറ്റ് പ്രോഫിറ്റ് 6% ഇടിഞ്ഞു. റവന്യൂ ഇടിഞ്ഞിട്ടുണ്ട്. സൈമൺസ് കമ്പനി 456 നിന്ന് 578 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജുബിലാൻഡ് ഫുഡ് കമ്പനി ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സാണ് ഈ ജുബിലാൻഡ് ഫുഡ് 29 കോടി രൂപയിൽ നിന്ന് ജുബിലാൻഡ് ഫുഡ് 58 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനി 978 നിന്ന് 1401 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സ്റ്റാർ സിമെൻറ്റ് കമ്പനി 93 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഭാരത് ഡൈനാമിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83% ഇടിഞ്ഞ് 7 കോടി രൂപയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ റവന്യൂ 36% ഇടിഞ്ഞു. ആരതി ഇൻഡസ്ട്രീസ് കമ്പനി 70 നിന്ന് 137 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മെട്രോ ബാൻഡ് കമ്പനി 94 നിന്ന് 92 പ്രോഫിറ്റ് സസ്റ്റെയിൻ ചെയ്തു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 172 കോടി രൂപയിൽ നിന്ന് അവർ 291 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇനോക്സ് വിന്ത് കമ്പനി 66 കോടി രൂപ ലോസിൽ നിന്ന് 38 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. ബജാജ് കൺസ്യൂമർ കമ്പനി അവർ 46 കോടി രൂപ ലോസിൽ നിന്ന് 37 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തി. ഹൊനാസ കമ്പനി 25 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബജാജ് കൺസ്യൂമർ ലോസിൽ നിന്നല്ല, 46 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നാണ് 37 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റാണ് കുറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ലോസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നാളെ രാവിലെ 7:00 നമ്മൾ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ദയവ് ചെയ്ത് സ്റ്റോക്കിൻ്റെ റാലിയോ സ്റ്റോക്കിൻ്റെ ഭാവിയോ പ്രവചിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അത് നാളത്തെ വീഡിയോയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാന സമയത്ത് നമ്മളത് അതിനുള്ള മറുപടികൾ നമ്മൾ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.